നമസ്തേ. ഒരിക്കൽ കാടുകളിൽ തോക്കേന്തിയവർ ഇന്ന് അതേ കൈകളിൽ കൈത്തറിയുടെ നിറങ്ങൾ. മാവോയിസ്റ്റ് ജീവിതം ഉപേക്ഷിച്ച് റാമ്പിലെത്തിയ മുൻ വനിതാ മാവോയിസ്റ്റുകളുടെ ഈ ചുവടുകൾ ബസ്തറിൽ തോക്കിന്റെ കാലം അവസാനിച്ച് പുതിയൊരു ജീവിതം പിറക്കുന്നതിന്റെ ശക്തമായ സന്ദേശമായി മാറുകയാണ്. ദേശീയ കൈത്തറി ദിനം ഒരു വസ്ത്രത്തെ ആഘോഷിക്കുന്ന ദിവസം മാത്രമല്ല, ഇന്ത്യയുടെ പാരമ്പര്യത്തെയും സ്വയം പര്യാപ്തതയും കൈവേലയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ദിനമാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 7-നാണ് ദേശീയ കൈത്തറി ദിനം ആചരിക്കുന്നത്. 1905 ഓഗസ്റ്റ് 7-ന് കൊൽക്കത്തയിൽ ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ച് തദ്ദേശീയ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ച ആ കാലഘട്ടത്തിൽ കൈത്തറി ഒരു സാമ്പത്തിക ആയുധം കൂടിയായിരുന്നു. 2015 കേന്ദ്ര സർക്കാർ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി പ്രഖ്യാപിക്കുകയും ആദ്യ ദേശീയ കൈത്തറി ദിനാഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. കൈത്തറിയെ വെറും പഴയകാല പാരമ്പര്യമായി കാണാതെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെയും സംസ്കാരത്തിന്റെയും അഭിമാനമായി ഉയർത്തിക്കാട്ടണമെന്ന ആശയത്തിനാണ് ഈ ദിനാചരണത്തിലൂടെ കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. കൈത്തറി മേഖലയിൽ 35 ലക്ഷത്തിലധികം പേർക്ക് ഉപജീവനം ലഭിക്കുന്നതായും 70% പേർ സ്ത്രീകളാണെന്നും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈത്തറിയുടെ വളർച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെയും ശക്തിപ്പെടുത്തലിന്റെയും ഭാഗമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൈത്തറിയെ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയവുമായി ചേർത്താണ് തുടർച്ചയായി പ്രോത്സാഹിപ്പിക്കുന്നത്. കൈത്തറി ഉൽപ്പന്നങ്ങൾ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ ഉപയോഗിക്കണമെന്നും നെയ്ത്തുകാരുടെ കഴിവിനും സൃഷ്ടിപരതയ്ക്കും പിന്തുണ നൽകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 2026 മൻ കി ബാത്തിലും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുമ്പോൾ നെയ്ത്തുകാരുടെ പാരമ്പര്യവും കഴിവും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു. പോച്ചമ്പള്ളി മുതൽ കുത്തമ്പള്ളി, കച്ച് മുതൽ പട്ന വരെ വിവിധ മേഖലകളിലെ കൈത്തറി പാരമ്പര്യങ്ങൾക്ക് പുതിയ വിപണിയും പുതിയ തലമുറയും നൽകേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിന്റെ ഏറ്റവും ശക്തമായ ദൃശ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ബസ്തറിൽ നിന്ന് പുറത്തുവരുന്നത്. ഒരു കാലത്ത് തോക്കുമായി കാടുകളിൽ സഞ്ചരിച്ചിരുന്ന മുൻ വനിതാ മാവോയിസ്റ്റുകൾ ഇന്ന് കൈത്തറി വസ്ത്രങ്ങളണിഞ്ഞ് റാമ്പിൽ ആത്മവിശ്വാസത്തോടെ ചുവടുവെക്കുകയാണ്. റായ്പൂരിൽ ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ട്രൈബൽ ഫാഷൻ ഷോയിൽ ഇവർ ശ്രദ്ധേയരായപ്പോൾ ലഭിച്ച കയ്യടി ഒരു ഫാഷൻ ഷോയ്ക്കുള്ള പ്രതികരണം മാത്രമായിരുന്നില്ല, ഒരു ജീവിതത്തിന്റെ തിരിച്ചുവരവിനുള്ള സമൂഹത്തിന്റെ സ്വീകരണം കൂടിയായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം.
हौसला अफजाई की सभी पुनर्वासित बहनों की और हमारे छत्तीसगढ़ के सभी मॉडल्स की। हमारे पुनर्वासित बहनों में शामिल है श्रीमती कुलेन देवे, श्रीमती माड़वी देवे, श्रीमती माड़वी माल्ले, मीडियम गांधी। सभी पुनर्वासित बहनों के साथ अनुष्का सोन, सभी छत्तीसगढ़ की लाडली बेटियां। आज इन्होंने साबित किया है कि छत्तीसगढ़ के हमारे बुनकर भाई बहनों के द्वारा हस्त निर्मित परिधानों को ये कितने उच्च स्तर तक लेकर जा सकती है। सभी के व्यक्तित्व में दिखाई दे रहा है। और क्यों न हो, जब सामने माननीय मुख्यमंत्री महोदय स्वयं इनकी हौसला अफजाई के लिए विराजमान है। माननीय विधानसभा अध्यक्ष डॉक्टर रमन सिंह जी स्वयं आशीर्वाद देने के लिए इनके മാവോയിസ്റ്റ് ജീവിതം ഉപേക്ഷിച്ച് കീഴടങ്ങിയ ശേഷം പുനരധിവാസത്തിന്റെ വഴിയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയ സ്ത്രീകളുടെ കഥയാണ് ഈ റാമ്പിൽ തെളിഞ്ഞുകണ്ടത്. ഒരിക്കൽ സംഘർഷത്തിന്റെ അടയാളമായിരുന്ന ആ കൈകൾ ഇന്ന് കൈത്തറി വസ്ത്രങ്ങളുടെ സൗന്ദര്യം അവതരിപ്പിക്കുന്നു. കാടിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തോക്കിൽ നിന്ന് തൊഴിൽ അവസരങ്ങളിലേക്ക്, ഒളിവിൽ നിന്ന് സമൂഹത്തിന്റെ മുന്നിലേക്ക്. മാറ്റത്തിന്റെ ഈ യാത്രയാണ് ബസ്തറിലെ ഈ കാഴ്ചയെ വ്യത്യസ്തമാക്കുന്നത്. കൈത്തറി ദിനത്തിന്റെ ആശയവുമായി ഈ കഥയ്ക്ക് മറ്റൊരു പ്രത്യേക ബന്ധവുമുണ്ട്. കൈത്തറി എന്നത് പാരമ്പര്യത്തിന്റെ സംരക്ഷണം മാത്രമല്ല, തൊഴിൽ, സ്വാഭിമാനം, സ്ത്രീ ശാക്തീകരണം, പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്നിവയെ ഒരുമിച്ച് ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗം കൂടിയാണ്. അതുകൊണ്ടുതന്നെ മുൻ മാവോയിസ്റ്റ് സ്ത്രീകൾ കൈത്തറി വസ്ത്രങ്ങളണിഞ്ഞ് റാമ്പിലെത്തുന്നത് ഒരു ഫാഷൻ പരിപാടിക്കപ്പുറം പുതിയ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവരുടെ ധൈര്യത്തിന്റെ പ്രതീകമായി മാറുകയാണ്. ബസ്തർ ഇപ്പോൾ നക്സൽവാദത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട സ്വാധീനത്തിൽ നിന്ന് വികസനത്തിന്റെ പാതയിലേക്ക് മാറുകയാണെന്ന സന്ദേശവും ഇതിനൊപ്പം ഉയരുകയാണ്. മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്, ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മയ്ക്കൊപ്പം കേന്ദ്ര ഗ്രാമവികസന കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ബസ്തറിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് റോഡ് കണക്ടിവിറ്റിയും കേന്ദ്ര പദ്ധതികളുടെ നടപ്പാക്കലും ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേഖലയിൽ വേഗത്തിലുള്ള വികസനം അനിവാര്യമാണെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ റായ്പൂരിലെ ആ റാമ്പിൽ നടന്നത് വസ്ത്രങ്ങളുടെ പ്രദർശനം മാത്രമല്ല, തോക്കിൽ നിന്ന് കൈത്തറിയിലേക്ക്, കാട്ടിൽ നിന്ന് റാമ്പിലേക്ക്, സംഘർഷത്തിൽ നിന്ന് സ്വാഭിമാനത്തിലേക്ക് ബസ്തർ മാറുന്നുവെന്നതിൻ്റെ ഒരു ശക്തമായ ചിത്രം തന്നെയായിരുന്നു അത്. ദേശീയ കൈത്തറി ദിനം നമ്മോട് പറയുന്നത് പാരമ്പര്യത്തെ ഓർത്ത് കൈയടിക്കണമെന്നത് മാത്രമല്ല, ആ പാരമ്പര്യം നിലനിർത്തുന്ന കൈകളെ ചേർത്തു പിടിക്കണമെന്നുമാണ്. ഒരു കൈത്തറി ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതൊരു വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിലുപരി ഒരു നെയ്ത്തുകാരൻ്റെ അധ്വാനത്തെയും ഒരു കുടുംബത്തിൻ്റെ ഉപജീവനത്തെയും ഒരു ഗ്രാമത്തിൻ്റെ പാരമ്പര്യത്തെയും പിന്തുണയ്ക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ ഒരു മുദ്രാവാക്യമായി മാത്രം നിൽക്കാതെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാകണം. ഈ ദേശീയ കൈത്തറി ദിനത്തിൽ കുറഞ്ഞത് ഒരു തദ്ദേശീയ കൈത്തറി ഉൽപ്പന്നമെങ്കിലും തിരഞ്ഞെടുക്കാം. മറ്റുള്ളവരെയും കൈത്തറി ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കാം. തോക്കിനെ ഉപേക്ഷിച്ച് തൊഴിലും സ്വാഭിമാനവും തിരഞ്ഞെടുത്ത ബസ്തറിലെ സ്ത്രീകളുടെ പുതിയ ജീവിതത്തിന് കൈത്തറിയിലൂടെ നമുക്കും ഒരു കൈത്താങ്ങാകാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകൾ അറിയുന്നതിനായി ഞങ്ങളുടെ ചാനൽ തത്തുമീ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്.